അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. യെസ്, വൺസ് അഗെയിൻ എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും ഇന്ന് പറയുന്നില്ല. കാരണം സമയപരിമിതി നമ്മുടെ മുമ്പിലുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഓരോ ദിവസവും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാനുണ്ട്. വളരെ ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ നടത്തിക്കൊണ്ടുള്ള യാത്രയാണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. അതിരാവിലെ 5:30 മണി മുതൽ നമ്മൾ പൂർണ്ണമായും അർപ്പിത മനോഭാവത്തോടു കൂടി മാറണമെന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി നമ്മൾ പല കാര്യങ്ങളും ചെയ്തു പോകുന്നു. പക്ഷേ ചിലവർക്ക് ശരിയാകുന്നു, ചിലവർക്ക് ശരിയാകുന്നില്ല, മറ്റു ചിലർക്ക് എങ്ങനെ ശരിയാക്കണം എന്നറിയുന്നില്ല. ഇതല്ലേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. എപ്പോഴും പറയാറുണ്ട്, യൂണിവേഴ്സ് ഈസ് ഫുള്ളി ഫിൽഡ് ബൈ എനർജി. ലോകം മുഴുവൻ ഊർജത്താൽ നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഊർജത്തിൽ നല്ലതും മോശവുമുണ്ട്. അതുപോലെ തന്നെ പ്രപഞ്ചത്തിൽ ഊർജ സമന്വയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ സ്വാഭാവികമായിരിക്കും എന്നറിയുക. എപ്പോഴാണോ നമുക്ക് നമ്മുടെ എനർജിയെ പാകപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നത്, എനർജിയെ വേണ്ടുന്ന രീതിയിലേക്ക് കൃത്യമായി അളന്ന് അല്ലെങ്കിൽ കൃത്യമായി പാകപ്പെടുത്തി തുലനം ചെയ്തെടുക്കാൻ പറ്റുന്നത്, അവിടെ വേണ്ടതെല്ലാം സംഭവിക്കും. സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അവിടെ നമ്മൾ എനർജി നൽകുകയും, നമ്മൾ എന്തിലോടാണോ നമ്മൾ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ എനർജി എങ്കിൽ, നമുക്ക് നല്ല എനർജി വേണമെങ്കിൽ നല്ല ചിന്തകളും, മോശം എനർജി വരുമ്പോൾ മോശം ചിന്തകളുമാണ് ഉള്ളത് എന്ന യാഥാർത്ഥ്യത്തെ ആദ്യം ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ, എനിക്കെന്തുകൊണ്ടിങ്ങനെ, ഞാൻ എന്തുകൊണ്ടിങ്ങനെ, എനിക്കെന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഓരോ മനുഷ്യനും അവനവൻ്റെ ജീവിതത്തിൻ്റെ ശില്പിയും നിർമ്മാതാവുമാണ്. എൻ്റെ ജീവിതത്തിൽ എന്ത് വേണമെന്നറിയുന്നവന് അത് ലഭിക്കുക തന്നെ ചെയ്യും. എൻ്റെ ജീവിതത്തിൽ എന്ത് വേണമെന്നറിയാത്തവന് ഒന്നും ലഭിക്കുകയുമില്ല. അതുപോലെ തന്നെയാണ് എന്താണ്, നമ്മൾ എന്തിലോടാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അത് നമ്മളിലേക്ക് വരും. നമ്മൾ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ലെങ്കിൽ അത് നമ്മളിലേക്ക് വരികയുമില്ല. വളരെ ലളിതമായ പ്രോസസ്സാണ്, വളരെ ലളിതമാണ്. ഇത്രയും ഇൻട്രൊഡക്ഷനിൽ ആദ്യം പറഞ്ഞു പോകുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കടം ഇല്ലാതാക്കാനുള്ള ഒരു മന്ത്രം, അല്ലേ? ഇതിലാണല്ലോ നിങ്ങളെല്ലാവരും വന്നത്. ഇത് വേണോ, ഇങ്ങനൊരു ക്ലാസ് വേണോ? എനിക്ക് തോന്നുന്നത് കടവുമായി ബന്ധപ്പെട്ട ക്ലാസ് ഞാൻ ഇതോടുകൂടി നിർത്താൻ പോവുകയാണ്. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾക്ക് എന്നും പണത്തെ മാത്രം ചിന്തിച്ചാൽ മതിയോ? മറ്റു കാര്യങ്ങളൊക്കെ വേണ്ടേ ജീവിതത്തിൽ? ബന്ധങ്ങൾ വേണം, ആരോഗ്യം വേണം. പക്ഷെ എല്ലാവർക്കും കൂടുതൽ അറിയേണ്ടത് കടം, അല്ലേ? നിർത്തല്ലേ, കാരണം ഇതാണ് എനിക്ക് ആവശ്യം. വീണ്ടും പറയുന്നു, നിങ്ങൾ ഏതിലാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അത് നിങ്ങളിലേക്ക് വരും. പക്ഷെ ഞാൻ ഒരു ഓപ്പണായിട്ട് എന്നോട് പറയാം, ഒട്ടും എനിക്ക് ഈ കോൺസെപ്റ്റ് ഇങ്ങനെ എടുക്കണം താല്പര്യമില്ല, ക്യാപ്ഷൻ ഇങ്ങനെ എടുക്കണം താല്പര്യമില്ല. കോൺസെപ്റ്റ് ഞാൻ പറയാവുന്ന സെയിമാണ്, ക്യാപ്ഷൻ. കാരണം കടം 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 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും ലഭിക്കുക? സ്റ്റാർട്ട് ടൈപ്പിംഗ് നൗ. അത് കഴിഞ്ഞിട്ട് നമ്മൾ റെഡി ഹാപ്പിനെസ് വരാം. കടം 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 എന്ന് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും വരിക?
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ആവശ്യമാണോ? സ്റ്റാർട്ട് ഷിഫ്റ്റിംഗ് യുവർ മൈൻഡ്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. ഇത്രയും ആൾക്കാർ അത് പറയുമ്പോൾ അതിലോട്ട് വരുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവർ ആകർഷിക്കുന്നത് എന്താണ്? നോട്ട് ദ പോയിന്റ്. നമ്മൾ ഇത് കണ്ടിട്ടാണ് വരുന്നതെങ്കിൽ, കേൾക്കുന്നതെങ്കിൽ, പറയുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഊർജം ഏതിലോട്ടാണ് പോകുന്നത്? ഈ ക്ലാസ്സിൽ നിൽക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം നിങ്ങൾ കുറച്ചും കൂടി ജേണിയിൽ വന്നവരാണ്, അഭിവൃദ്ധിപ്പെടാൻ, മാറ്റപ്പെടുത്താൻ തയ്യാറായുന്നവരാണ്. അതുകൊണ്ട് മാറ്റം എന്ന് പറയുന്നത് ഓരോ വാക്കിലും പ്രവൃത്തിയിലും ഉണ്ടാവണം. ശ്രദ്ധിക്കുക. ഞാൻ വളരെയധികം നോട്ട് ചെയ്തൊരു കാര്യമുണ്ട്, അതും കൂടി പറഞ്ഞു പോകാം. ഐ റിയലി അപ്രീഷിയേറ്റ് ദോസ് പീപ്പിൾ. പല ആൾക്കാരും നമുക്ക് 250, 270 വരെ ആൾക്കാർ പോയ ദിവസമുണ്ട്. ഇപ്പൊ 2 ദിവസമായിട്ട് ഇവിടെ 150, 160, ഇന്നിപ്പോ 200 ആൾക്കാർ. എന്നാലും കുറെ ആൾക്കാർ വന്നിട്ടില്ല. ഇതെന്താണ് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? സോ ഇന്ന് മുതൽ നമ്മൾ ഈ ക്ലാസ് ഈ രീതിയിൽ, കോൺസെപ്റ്റ് ഒക്കെ ഞാൻ പറഞ്ഞു തരും, പക്ഷെ ക്യാപ്ഷൻ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഇനി മുതൽ ക്ലാസ് എടുക്കില്ല. കാരണം ഇത് എനിക്ക് ബാധിക്കില്ല. കാരണം ഞാനതിന് ഒരു ഇമോഷനും കൊടുക്കുന്നില്ല. എനിക്ക് ഈ വാക്ക് കേട്ടാൽ ഒരു ഇമോഷനും ഇല്ല. കാരണം ഞാനതിന് കൃത്യമായി പാകപ്പെടുത്തി എടുക്കാൻ എനിക്ക് പഠിച്ചതുകൊണ്ട് എനിക്കൊരു ഇമോഷനും ഇല്ല. അതുകൊണ്ട് എനിക്കതിൻ്റെ വാദം വലിയ വിഷയമല്ല. പക്ഷെ നിങ്ങളിൽ പലപ്പോഴും അതൊരു ഇമോഷനായി മാറാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇനി നമ്മൾ ഈ വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഞാൻ ഇന്നലെ പറഞ്ഞു നിങ്ങളോട്, കടം നല്ലതാണ്. ആണോ? ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? കടം നല്ലതാണെന്ന് പറയുന്നവരൊന്ന് പറഞ്ഞ് യെസ് എന്ന്, ജസ്റ്റ് ഒന്ന് പറഞ്ഞ് കടം നല്ലതാണ് എന്ന് പറയുന്നത് യെസ് ഒന്ന് പറഞ്ഞ്. ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ധിയർ കടം, യെസ്. കടം നല്ലതാണ് തിരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം. കാരണം അത് നമ്മളെ കമ്മിറ്റ്മെന്റോടുകൂടി ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കും. കമ്മിറ്റ്മെന്റോട് ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കും. ഉറങ്ങാൻ, അല്ലേ? അബ്ദുൽ കലാം പറഞ്ഞ പോലെ സ്വപ്നങ്ങൾ ഉറങ്ങാനുള്ളതല്ല, ഉറങ്ങുമ്പോൾ കാണാനുള്ളതല്ല. അതേപോലെ നമ്മൾ അത് ഇന്നലെ പറഞ്ഞു, ഗുഡ് ഡെപ്റ്റ് ആൻഡ് ബാഡ് ഡെപ്റ്റ്. ഗുഡ് ഡെപ്റ്റ് ഈസ് ഓൾവേസ് ഗുഡ് ബിക്കോസ് ഇറ്റ്സ് മേക്ക് യു മോർ ബെറ്റർമെന്റ്. ഒരു ബിസിനസ്സിന് വേണ്ടി 1 കോടി എടുത്തിട്ട് ബിസിനസ് ചെയ്തിട്ട് അതിൽ നിന്ന് 2 കോടി ഉണ്ടാക്കുന്നവന് ആദ്യം എടുത്ത 1 കോടി നല്ലതാണ്. 1 കോടി എടുത്തിട്ട് വീട്ടിൽ കിടന്നിറങ്ങുന്നവന് 1 രൂപ പോലും നല്ലതല്ല. അവിടെയാണ് മൈൻഡ് മാറ്റേണ്ടത്. കടം നല്ലതാണ്, തിരിച്ചു കൊടുക്കാത്തത് മാത്രമേ വിഷമമുള്ളൂ, അല്ലേ? കടമല്ല മോശം, തിരിച്ചു കൊടുക്കാത്തതാണ്. എന്തുകൊണ്ട് തിരിച്ചു കൊടുക്കുന്നില്ല? അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്, അല്ലേ? നമ്മൾ പറയാൻ പോകുന്ന വിഷയം, എന്തുകൊണ്ടാണ് കടമെടുത്തയാൾക്ക് തിരിച്ച് നൽകാൻ സാധിക്കാത്തത്. ഇപ്പൊ വന്ന് ഗൂഗിൾ പേ അല്ല കേട്ടോ, ഗൂഗിൾ പേ അല്ല ഇപ്പൊ വന്ന്, എമൗണ്ട് അല്ല വന്നിട്ടോ, ഇലക്ട്രിസിറ്റി ബില്ല് പേയ്മെന്റിന് റിമൈൻഡറാ വന്നത്. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുക കൃത്യമായിട്ട് വന്നത് ഇലക്ട്രിസിറ്റി ബില്ല് ഇന്ന് കറക്റ്റ് 20-ാം തീയതി അല്ലേ, 20-ാം തീയതി ഇലക്ട്രിസിറ്റി പേയ്മെന്റിന് റിമൈൻഡർ മെസ്സേജാണ് വന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞതാണ്, ഇപ്പൊ അടച്ചു കഴിഞ്ഞാൽ ഓക്കെ, പിന്നെ ടെൻഷൻ ഇല്ല. നാളത്തെ കഴിഞ്ഞ് പിന്നെ അത് ടെൻഷൻ ഉണ്ടാകും. അതുകൊണ്ട് ഇതിന് പ്രത്യേക റിമൈൻഡർ വെച്ചിട്ടുണ്ട്, ഇന്ന ദിവസം അടക്കണം. നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് എപ്പോഴും അടക്കുന്ന അറിയോ? ലാസ്റ്റ് വാർണിംഗ് ലെറ്റർ വരും, നാളെ നിങ്ങളെ കറണ്ട് കട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ ചാടിക്കയറിപ്പോയി. ഇതാണ് ബാഡ് ഡെപ്റ്റ്, അത് കടമാണ്. അപ്പോൾ വേണ്ടതുപോലെ കൃത്യമായി ഉപയോഗിക്കുന്നവന് നല്ലതാണ്. അവന് എനർജൈസ് ചെയ്യും, അവനെ മുന്നോട്ട് കൊണ്ടുപോകാൻ
അത് സാധിക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇത് വളരെയധികം കൃത്യമായി മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഒരാൾക്ക് പണം തിരികെ നൽകാൻ സാധിക്കാത്തത് എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് എത്ര പേർക്ക് ഉത്തരവുണ്ട്? ഇന്നത്തെ ക്ലാസ് നിങ്ങളോട് റെഡിയാണെന്ന് ചോദിച്ചില്ല അല്ലേ? കാരണം നിങ്ങൾ റെഡി ആണല്ലോ അല്ലേ? ഇത് റെഡി ആവണ്ട, നിങ്ങൾക്ക് കേട്ടാൽ മതി. ഇന്നത്തെ പ്രത്യേകിച്ച് റെഡി ആവാനൊന്നുമില്ല. ഞാൻ അങ്ങനത്തെ കോൺസെപ്റ്റ് അല്ല എന്ന് പറയുന്നത്. ഇത് കുറച്ച് വ്യത്യസ്തമായ കോൺസെപ്റ്റാണ്. നിങ്ങൾ ഇരുന്ന് കേട്ടാൽ മതി കേട്ടോ. ഇത് വേണ്ട. ഇത് ഇന്ന് പറയുന്ന കോൺസെപ്റ്റ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണ്. എന്നുവെച്ചാൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട കോൺസെപ്റ്റ് അല്ല, പകരം നിങ്ങൾ മനസ്സിലാക്കേണ്ട, തിരിച്ചറിയേണ്ട കോൺസെപ്റ്റുകൾ മാത്രമാണ്. അതുകൊണ്ട് തയ്യാറായി നിൽക്കാൻ നമുക്ക് ഊർജം അല്ലെ, അതിനുവേണ്ടി മോട്ടിവേഷൻ ആവാനല്ലേ നമ്മൾ തയ്യാറാവേണ്ടത് അല്ലേ? മോട്ടിവേഷൻ ഉണ്ടാവാനാണ് നമ്മൾ തയ്യാറാവേണ്ടത്. ഇവിടെ മോട്ടിവേഷൻ അല്ല നിങ്ങൾക്ക് ഇന്ന് ആവശ്യം, തിരിച്ചറിവുകളാണ്. ആ തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ 10-200 ആൾക്കാരെ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് തിരിച്ചറിവുകൾ മാത്രമാണ് നൽകുന്നത്. കടം ഒഴിവാക്കാനുള്ള വഴികളും മന്ത്രങ്ങളും ഒന്നും ഞാൻ പറയുന്നില്ല. ഈ തിരിച്ചറിവ് നിങ്ങൾ അറിയിക്കുക. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാലിക്കറ്റ് പ്രോഗ്രാമിൽ ഞാൻ ഈ ഒരു സിസ്റ്റമാണ് പഠിപ്പിക്കാൻ പോകുന്നത് നിങ്ങൾക്ക്. മണി മാനിഫെസ്റ്റേഷൻ്റെ കുറച്ച് തിയറികൾക്കപ്പുറത്ത് ഇങ്ങനെ ആയിരിക്കണം ലൈഫിലേക്ക് നിങ്ങൾ മണിയെ പ്ലാൻ ചെയ്ത് കൊണ്ടുവരേണ്ടതെന്നുള്ള കോൺസെപ്റ്റുകളാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് കാലിക്കറ്റ് പ്രോഗ്രാമിൽ നിങ്ങൾ ചെറിയ രീതിയിലെങ്കിലും, എന്താ പറയുക, ചെറിയ രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാശിൻ്റെ മാനേജ്മെൻറ്റ് അറിയാത്തവർ, എങ്ങനെ പണം ശരിയായ രീതിയിൽ വിനിയോഗിക്കണം എന്നറിയാത്തവർക്ക് തീർച്ചയായിട്ടും വരണം. അപ്പോൾ പറയും, സാറേ കാശുണ്ടായാലല്ലേ വിനിയോഗിക്കാൻ പഠിക്കേണ്ടതുള്ളൂ എന്നുള്ള ചോദ്യം വരുന്നവരോട് ഒറ്റ ഉത്തരവേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താണ് ഉത്തരം പറയേണ്ടത്? കാശുണ്ടാവില്ല എന്നുള്ളതാണ് നിങ്ങളുടെ കോൺസെപ്റ്റ് എങ്കിൽ നിങ്ങൾ അങ്ങോട്ട് വന്നേക്കരുത്, വെറുതെ സമയം കളയണ്ട അല്ലേ? ക്ലിയർ ആയിട്ട് പറയാം. സാറേ ക്ലാസ്സിൻ്റെ ഇന്ന് നമ്മുടെ യൂട്യൂബിന് താഴെ ഒരു കമൻറ്റ് കണ്ടു. എനിക്ക് കുറച്ച് നേരം ഞാൻ ചിന്തിച്ചു, അതൊന്ന് പറഞ്ഞു പോകണം. ഒരാൾ എഴുതിയൊരു കമൻ്റാണ്, മാനിഫെസ്റ്റേഷൻ പഠിക്കാനായിട്ട് ക്ലാസ്സിൽ ചേരാൻ വേണ്ടി ഇരിക്കുന്ന ആളോട് പറയാണ്, മാനിഫെസ്റ്റ് ചെയ്യൂ, നിങ്ങളിലേക്ക് പണം വരും, എന്നിട്ട് ക്ലാസ്സിൽ ചേരുമെന്ന്. അതറിയാനാണല്ലോ സാറേ, അന്ന് പറഞ്ഞ അർത്ഥതാണ്, അതറിയാനാണല്ലോ സാറേ ക്ലാസ്സിലിരിക്കുന്നത്. അപ്പോൾ വീണ്ടും മാനിഫെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുമെന്ന് ഞാൻ ഇവിടെ ആലോചിച്ചു. അല്ല, അയാൾ ഉദ്ദേശിച്ചത് അങ്ങനെയാണ്. ഞാൻ ശരിയാണല്ലോ ഇയാൾ പറഞ്ഞു വളരെ കേട്ടോ. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. മാനിഫെസ്റ്റ് ചെയ്തിട്ട് ഞാൻ ആ കാര്യത്തിലായിരിക്കില്ല പറഞ്ഞിട്ടുണ്ടാവില്ല. മറ്റെന്തെങ്കിലും കാര്യം നേടാൻ നിങ്ങൾ ആ മാനിഫെസ്റ്റ് ചെയ്യൂ, നേടും എന്നാണ് പറഞ്ഞത്. ക്ലാസ്സിൽ കയറാനായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുണ്ടാവില്ല. അത് കാശുമായി ആ കണക്ഷൻ ഉണ്ടാവില്ല, അത് ചെറിയൊരിതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, വീണ്ടും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു, കാശുണ്ടായിട്ട് വേണ്ടേ സാറേ കാശ് എങ്ങനെ കൃത്യമായി വിനിയോഗിക്കണം എന്ന് പഠിക്കാൻ എന്ന ചോദ്യം ആർക്കെങ്കിലും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്കോ യൂട്യൂബ് വീഡിയോ കാണുന്നവർക്കോ ഉണ്ടെങ്കിൽ അവരോടൊരു ഉത്തരമേ ഉള്ളൂ. ഈ മെൻറ്റാലിറ്റിക്ക് പറയുന്ന പേരാണ് ദരിദ്ര മെൻറ്റാലിറ്റി എന്നുള്ളത്. അങ്ങനെ ഉപയോഗിക്കാം അല്ലേ? ദരിദ്ര മെൻറ്റാലിറ്റി, നെഗറ്റീവ് പോസിറ്റീവ് ഒന്നും ഞാൻ പറയുന്നില്ല, ദരിദ്ര മെൻറ്റാലിറ്റി അതാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ പിന്നെ അവിടെ വന്നിട്ട് ആ മെൻറ്റാലിറ്റി മാറ്റാൻ തൽക്കാലം അവിടെ സമയമില്ല. അവിടെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് വ്യക്തമായി എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാം മണിയെ, വ്യക്തമായി എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, ഏതാണ് തെറ്റ് ഏതാണ് ശരി എന്നുള്ള തിരിച്ചറിവ് കൃത്യമായി പറഞ്ഞു കാണിച്ചു തരും. അതിനാണ് അവിടുത്തെ മാനിഫെസ്റ്റേഷൻ ഉപയോഗിക്കുന്നത്. തെറ്റും ശരിയും തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ ശരികളെ മാത്രം ചെയ്തു പോകാനുള്ളതാണ്. ഇതൊന്നും എനിക്ക് ബാധിക്കില്ല എന്നുള്ളവരാണെങ്കിൽ വേണ്ട. കാരണം അതിൻ്റെ സമയമില്ല ഇതിനുവേണ്ടി. നമ്മൾ 6 മണിക്കൂർ കൊണ്ട് എനിക്ക് അവിടെ മാജിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കാണിക്കുക തന്നെ വേണം. ദിസ് ഈസ് മൈ കമ്മിറ്റ്മെൻറ്റ്. അപ്പോൾ യെസ്, സോ കാലിക്കറ്റ് പ്രോഗ്രാം നമ്മുടെ വരുന്നത് ഡിസംബർ 8-ാം തീയതിയാണ്. 8-ാം തീയതിയാണ് കാലിക്കറ്റ് പ്രോഗ്രാം. അപ്പോൾ നിങ്ങൾ വീണ്ടും ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ എത്താൻ സാധിക്കുന്നവർ, അങ്ങനെയാണ് ചിന്തിക്കുന്നവർ ഇപ്പം തന്നെ ഒന്ന് കൺഫേം ചെയ്യുക. അഡ്വാൻസ് എമൗണ്ട് അടച്ചിട്ട് കൺഫേം ചെയ്യുക, ബാക്കി പിന്നെ അടച്ചാൽ മതി. കാരണം അതിനനുസരിച്ച് എനിക്ക് ഹോട്ടൽ അവിടെ ബുക്ക് ചെയ്യണം. കാരണം ഹോട്ടലിൻ്റെ സൈസിനകത്ത് പ്രശ്നം വരും. നമുക്ക് 200-300 ആൾ പങ്കെടുക്കുമെന്നുകൊണ്ട് ഹോട്ടൽ എടുത്താൽ അത്രയും ആൾ വന്നില്ലെങ്കിൽ അത് വലിയ നഷ്ടം വരും. അല്ല 100 ആൾ 150 ആളെ വരുള്ളൂ എന്നിട്ട് ഞാൻ ഹോട്ടൽ എടുത്താൽ നിങ്ങൾ 250 ആൾ വന്നു കഴിഞ്ഞാൽ അതും നമ്മുടെ വിഷയം വരും. അതുകൊണ്ട് അങ്ങനെ കൺഫ്യൂഷൻ നിലവിലുണ്ട്. അത് മാറണമെങ്കിൽ ഞാൻ 25-ാം തീയതി 25-ാം തീയതിക്ക് ശേഷം ബുക്കിംഗ് എടുക്കില്ല.
അതിന് മുമ്പേ തന്നെ നിങ്ങൾ വരുന്നവർ കൺഫേം ചെയ്യണം. എന്തായാലും ശരി, എനിക്ക് ഉറപ്പുണ്ട് അവിടെ വരാനിരിക്കുന്ന ആൾക്കാരെയൊക്കെ എനിക്ക് മനസ്സിൽ ഇപ്പം തന്നെ കൃത്യമായി അറിയും അവർ വന്നിരിക്കും എന്നുള്ളത്. തീർച്ചയായിട്ടും അന്ന് നമുക്ക് മറ്റൊരു രീതിയിൽ പോകാം. അപ്പം നമുക്ക് വീണ്ടും അതിലേക്ക് വരാം അല്ലേ. 1-2 കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ 5 കാര്യങ്ങൾ പറഞ്ഞു പോകാം. ഇത് കടമുള്ളയാൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ കടമല്ല, കടം തിരിച്ചടക്കാൻ സാധിക്കാത്തയാൾ ശ്രദ്ധിക്കുക. കടമുള്ളയാൾക്ക് കുഴപ്പമില്ല, അവരെ എണീക്കട്ടെ. കടം എനിക്ക് ക്ഷമയല്ല, കടം തിരിച്ചറിയാം. ഓക്കെ, താങ്ക് യു. ഐ വിൽ പേ ടുമോറോ ആൻഡ് മൈ സിബ്ലിംഗ്. ഓക്കെ, വെരി ഗുഡ് വനജലക്ഷ്മി. അപ്പോൾ കടം അല്ല, തിരിച്ചടക്കാൻ പറ്റാത്തയാൾ ശ്രദ്ധിക്കുക. ഈ 5 മൈൻഡ് സെറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടവ് സാധ്യമേ ആവില്ല. ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാൻ പറയാം. ഞാൻ ഈ സ്പിരിച്വാലിറ്റിയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട്, ദൈവികതയിൽ നമ്മുടെ അപ്പുറത്തുള്ള ചില ശക്തികളെയൊക്കെ വിശ്വസിക്കുന്നത് കൊണ്ടും അത് സ്വാഭാവികമായിട്ട് തെളിയിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുന്നിൽ കാണുന്നതുകൊണ്ടും ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിൻ്റെ 60% കൺട്രോൾ നമ്മുടെ കയ്യിലാണ്. 60%, നോട്ട് 100%. നോബഡി സേ ദാറ്റ്, നോബഡി വിൽ ക്ലെയിം ഫോർ 100%. നമുക്കൊരിക്കലും പറയാം 100% ക്ലെയിം ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. 60% നമ്മുടെ കയ്യിലാണ്. ബാക്കി 40% വിവിധമായ കാര്യങ്ങളുണ്ട്. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പല ആൾക്കാരും ഡയറക്റ്റ് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ വീട്ടിൻ്റെ എനർജികൾ അളന്ന് പറഞ്ഞിട്ടുണ്ട്, അവരുടെ വാസ്തുവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഭൂമിയുടെ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ മറ്റു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. 60% കാര്യമാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഈ 5 കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഇതിനകത്ത് പുറത്ത് കടക്കാൻ പറ്റില്ല. ഇത് കടക്കണമെങ്കിൽ ഈ 5 കാര്യങ്ങൾ തിരുത്തുക. ഒന്നാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതി വെച്ചോളൂ. മൈൻഡ് സെറ്റിന് മാത്രമാണ് പറയുന്നത്. ടോട്ടലി മൈൻഡ് സെറ്റ് വിത്ത് എനർജിയാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം, നമുക്ക് പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റാത്തതിൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്, അവരിലെല്ലാവരും നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്താൽ അറിയും. നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അത് അംഗീകരിക്കില്ല. മറ്റൊരാൾ നിങ്ങളെ കാണുമ്പോൾ അവർ പറയും, ദരിദ്ര ചിന്ത കൂടിയവരായിരിക്കും. അത് സ്കേർസിറ്റി മൈൻഡ് സെറ്റ് ആയവരായിരിക്കും അവർ. ദരിദ്ര ചിന്ത അവരിൽ വളരെ കൂടുതലായിരിക്കും. എപ്പോഴും പറയും, എന്നെ കൊണ്ട് ഇത് പറ്റില്ല, ഞാനിത് ചെയ്യില്ല, എങ്ങനെ ചെയ്യും, എപ്പോൾ ചെയ്യും, എങ്ങനെയാണ് എന്നെ കൊണ്ട് സാധിക്കുക എന്നുള്ള നിത്യം ഉപാസന പോലെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞത് റൈറ്റ് ആണെങ്കിൽ നിങ്ങൾ അനുഭവസ്ഥർ പറയൂ ഇത് റൈറ്റ് ആണെന്ന് പറയൂ, റോങ് ആണെങ്കിൽ റോങ് പറയൂ. ആരും ഇതുള്ളവർ അംഗീകരിക്കില്ല, അവരൊരിക്കലും പറയില്ല എൻ്റെ മൈൻഡ് സെറ്റ് സ്കേർസിറ്റി മൈൻഡ് സെറ്റാണെന്ന് അംഗീകരിക്കില്ല എന്നും കൂടി ഓർക്കുക. അതുകൊണ്ട് ആരും ടൈപ്പ് ചെയ്യാൻ വരുന്നത് വളരെ കുറവായിരിക്കും. അനുഭവിക്കുന്നവർക്കറിയാം, അവർക്ക് ദാരിദ്ര്യ മാനസികാവസ്ഥ തന്നെയായിരിക്കും, യാതൊരു കാര്യമില്ല. എന്തുകൊണ്ട്? യൂണിവേഴ്സൽ എനർജിയുടെ നിയമപ്രകാരം കടങ്ങൾ അടക്കാൻ കഴിയാത്തത് ഒരാളുടെ എനർജി അല്ലെങ്കിൽ ഫ്രീക്വൻസിയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ മൂലമാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതാണ് കൃത്യമായി നമ്മളിവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? എനർജി കൃത്യമായി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഗുഡ് തോട്ട്സ് ക്രിയേറ്റ് ഗുഡ് എനർജി, ബാഡ് തോട്ട്സ് ക്രിയേറ്റ്സ് ബാഡ് എനർജി. അപ്പോൾ ദാരിദ്ര്യ മാനസികാവസ്ഥയിലുള്ള ആളുടെ എനർജി എന്തായിരിക്കും? ലോ എനർജി ആയിരിക്കും, അല്ലേ? ലോ എനർജി ഉള്ള ഒരാൾക്ക് പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ പറ്റില്ല, ഉൽപാദനക്ഷമത കുറയും, അവരുടെ പ്രൊഡക്ടിവിറ്റി കുറയും. പ്രൊഡക്ടിവിറ്റി കുറഞ്ഞാൽ ഫോക്കസ് കുറയും, അല്ലെങ്കിൽ ഊർജം കുറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്ടിവിറ്റി കുറയാൻ കാരണം അവരിൽ ഊർജം കുറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫോക്കസ് കുറയും, ക്ഷീണം കൂടും ശരീരത്തിൽ. അപ്പോൾ വർക്ക് ചെയ്യാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവില്ല, അവർക്ക് കാശ് ദൂരം പോയിക്കൊണ്ടേയിരിക്കും. നേരത്തെ സുധീഷ് ചോദിച്ച ചോദ്യത്തിന്റെ ഒന്നാമത്തെ ഉത്തരം ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, ഇത് അവിടെ കാണാൻ പറ്റും. ഞാൻ ഉത്തരം പറയാമെന്ന് പറഞ്ഞ് ഇവിടെ തന്നെ കണക്ട് ചെയ്ത് പറയുകയാണ്, ഇതവിടെ ഉണ്ട്, അത് തന്നെയാണ് ഒന്നാമത്തെ കാരണം. റൈറ്റ്? എല്ലാവർക്കും ക്ലിയർ ആയോ? ഇത് രണ്ടാമത്തെ കാര്യം വീണ്ടും കണക്ട് ചെയ്ത് പറയുന്നു, അവർക്ക് എപ്പോഴും കുറ്റബോധവും പ്രതിരോധവും കൂടുതലായിരിക്കും. അവർ
കുറ്റബോധവും ഗിൽറ്റ് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയും. എന്താണ് കുറ്റബോധം? ഞാൻ ചെയ്തതെല്ലാം തെറ്റാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളെല്ലാം തെറ്റിപ്പോയി, എല്ലാം റോങ് ഡിസിഷൻ ആയിരുന്നു, ആ പൈസ അന്ന് എടുക്കരുതായിരുന്നു, അന്ന് ഞാൻ ആ പൈസ എടുത്തത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ സംഭവിച്ചു പോയത്, അവർക്ക് ഞാൻ സഹായിച്ചത് കൊണ്ടല്ലേ ഞാൻ സംഭവിച്ചു പോയത്, അല്ലെങ്കിൽ ഞാൻ ആ ബിസിനസ് ആ സമയത്ത് ചെയ്തതല്ലേ സംഭവിച്ചു പോയത്, അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി ഞാൻ വാങ്ങിച്ചത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ആയിപ്പോയത് എന്നുള്ള കുറ്റബോധം 24/7 അവരിലുണ്ടാവും. എന്നിട്ട് അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അബൻഡൻസിനെ പറ്റി ആര് പറഞ്ഞാലും അതിനോട് റെസിസ്റ്റൻസ് ചെയ്ത് നിൽക്കും. പൈസയെ പറ്റി ആര് പറഞ്ഞാലും അവർ ഓടി ഒളിക്കും. യോ, കാശോ എൻ്റെ പറ്റില്ല, പൈസയോ ഞാനില്ല. എവിടെയെങ്കിലും ഒരു നല്ല ഗുഡ് ഡീലിങ്സിലേക്ക് പോകുമ്പോൾ അവരും അയ്യോ അതിപ്പോൾ എനിക്ക് വേണ്ട, ഞാനില്ല. റൈറ്റ്? വളരെ കൃത്യമായി സംഭവിക്കും. വീണ്ടും ഇവിടെ തന്നെ കണക്ട് ചെയ്ത് പറയുന്നു, കടങ്ങൾക്ക് എതിരായ പേടി പോലുള്ള ചിന്തകൾ നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ ഗിൽറ്റ്, നമ്മൾ ജേണി ടു ഹാപ്പിനെസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ മനസ്സൊരു വിസ്മയം എന്ന പുസ്തകത്തിൽ നമ്മളൊരു എനർജി കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കിയാൽ മതി. ഗിൽറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് ഫ്രീക്വൻസിയാണ്. ഗിൽറ്റ് ഉള്ളയാൾ ഒരിക്കലും എഴുന്നേറ്റ് വരാൻ പറ്റില്ല. രണ്ടാമത് റെസിസ്റ്റന്റ്, ഫിയർ അല്ലെ. റെസിസ്റ്റന്റ് ആവുന്നപ്പോഴാ ഫിയർ കൊണ്ട്, ഭയം, അതും ലോ ഫ്രീക്വൻസിയാണ്. അപ്പോൾ 2 ലോ ഫ്രീക്വൻസികൾ അവിടെ കിടക്കുമ്പോൾ എങ്ങനെയാണ് അയാൾക്ക് ജീവിതത്തിൽ കൂടുതൽ കാശുണ്ടാക്കാൻ ജോലി ചെയ്യാൻ പറ്റുന്നത്? ജോലി ചെയ്യുന്നുണ്ടാവും, ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ റോളർ വെച്ച് ഇങ്ങനെ ഉരുട്ടുന്ന പോലെ ഉരുട്ടുന്നുണ്ടാവാം, യഥാർത്ഥത്തിൽ ഔട്ട്പുട്ട് ഉണ്ടാവില്ല. ഇത് മാറണം അല്ലേ? ഇത് മാറ്റിയേ പറ്റുള്ളൂ. സാധ്യമാണെങ്കിൽ ഇത് എങ്ങനെ മാറ്റും എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ മാറ്റാൻ പറ്റുന്നതല്ല. 1 by 1 പ്രോസസ്സാണ്. ഇതും ഇവിടെ നേരത്തെ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ്. മൂന്നാമത്തെ കാര്യം, നേരത്തെ ഞാൻ ആരോടോ ഇത് പറഞ്ഞു, അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. മൂന്നാമത്തെ കാര്യം, കൃതജ്ഞതയുടെ അഭാവം, ലാക്ക് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ലാക്ക് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്തുകൊണ്ടാണെന്നറിയോ? ഇതുവരെ സംഭവിച്ചതിന് ഒന്നും നന്ദിയില്ല. കിട്ടിയത് എല്ലാം പരാതിപ്പെട്ടിയിലേക്കല്ലേ പോകുന്നത്. ഒന്നിനും നന്ദിയില്ലായിരുന്നു. സംഭവിച്ച നല്ല കാര്യങ്ങൾക്കുമില്ല, സംഭവിക്കാൻ പോകുന്നതിനുമില്ല, ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നല്ലതില്ല. ഒരു കാര്യവും നല്ലത് സംഭവിച്ചിട്ടില്ല. ഇത് നിങ്ങൾ നോക്കിക്കോളൂ. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഈ കടം തിരിച്ചടക്കാൻ പറ്റാത്ത ആൾക്കാരുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഉള്ളവർ പറഞ്ഞു, കടം തിരിച്ചടക്കാൻ പറ്റാതെ ബത്തപ്പാട് പെടുന്നവർ പറഞ്ഞു, ഈ മെന്റാലിറ്റി 3 നിങ്ങളിൽ ഇല്ലേന്ന്. നിങ്ങൾക്കിപ്പോൾ അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ ഒന്നിരുന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റും. അംഗീകരിച്ചേ പറ്റുള്ളൂ. പ്ലെന്റി ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരാൾക്ക് ഒരിക്കലും കടബാധ്യത ഉണ്ടാവില്ല. 100% ഞാൻ ഗ്യാരണ്ടി എഴുതി തരാം. ബാക്കികളെല്ലാം ഉള്ളിൽ ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ കടബാധ്യത ഉണ്ടാവില്ല. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്ന ആളുടെ പ്രത്യേകത, അബൻഡൻസ് മൈൻഡ് സെറ്റ് ആർക്കുണ്ടോ അവർക്ക് മാത്രമേ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവൂ. അബൻഡൻസ് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്ക് യാതൊരു തരത്തിലുള്ള വിഷമങ്ങളും ഉണ്ടാവില്ല. കടമുണ്ടാവാം, പക്ഷെ തിരിച്ചടവ് അല്ലെങ്കിൽ മുടക്കം ഉണ്ടാവില്ല. കടമുണ്ടാകും, സാരമില്ല, അത് നമുക്ക് തിരിച്ചടക്കാം. കൃത്യമായി ബാങ്ക് ഹൗസിംഗ് ലോൺ അടച്ച് മാസം ഹൗസിംഗ് ലോൺ അടച്ചു പോകുന്നുണ്ട്, നമുക്ക് എന്താ കുഴപ്പമില്ല? ഒരു കുഴപ്പമില്ല. അപ്പൊ അബൻഡൻസ് മൈൻഡിൽ സെറ്റുള്ള ആൾ എന്ത് ചെയ്യുന്നറിയോ? അത് അടക്കാതിരിക്കാനല്ല നോക്കുന്നത്, എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കും. അതാണ് അബൻഡൻസ് മൈൻഡ്സ്. അപ്പൊ ലാക്ക് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് വളരെ പ്രധാനമാണ്. നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നാലാമത്തെ പോയിന്റ് വീണ്ടും പറയുന്നു, എനർജി ഇൻബാലൻസ്. നമ്മുടെ ശാരീരിക എനർജി ബാലൻസ്ഡ് അല്ല. ഇതാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന ചക്രാസ് മെഡിറ്റേഷൻ പോലുള്ള മെഡിറ്റേഷനിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ എനർജി നേരെ നിർത്തുമ്പോൾ നമ്മളെപ്പോഴും കടങ്ങൾ എടുക്കലും നൽകലും തമ്മിലുള്ള അസന്തുലിതാവസ്ഥ പോലെ തന്നെ ആയിരിക്കും നമ്മുടെ ശരീരത്തിൻ്റെ എനർജിയുമെന്ന്. കൃത്യമായ സൈക്കിൾ നമ്മുടെ ജീവിതത്തിൻ്റെ ചര്യ കൃത്യമായിരിക്കണം. എനർജി ബാലൻസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇത് മുഴുവൻ
ഇൻബാലൻസ് ആയി പോവും. കടമെടുക്കുമ്പോൾ ഉള്ള ആ ഫ്രീക്വൻസി തന്നെ തിരിച്ചടവിലും ഉണ്ടായില്ലെങ്കിൽ മുടങ്ങിപ്പോവുക തന്നെ ചെയ്യും. എടുക്കുമ്പോൾ ഭയങ്കര സന്തോഷം അല്ലേ? എല്ലാവർക്കും അതെ, കാശ് എടുക്കും ഭയങ്കര സന്തോഷമാണ്. കിട്ടി കേട്ടോ, എനിക്ക് കിട്ടി കേട്ടോ, സന്തോഷമായി. തിരിച്ചടവ് വരും, അയ്യോ അത് അടക്കണമല്ലോ, ഇവർ തിരിച്ചു പിടിക്കുമല്ലോ, ഇതല്ലേ ചിന്തിക്കുന്നത്? ഇതല്ലേ ചിന്തിക്കുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചിന്തിക്കുന്ന ആരാ അങ്ങനെ ചിന്തിക്കാത്ത ആൾ? എനിക്ക് ക്രെഡിറ്റ് കാർഡുണ്ട്. ഞാൻ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പർച്ചേസ് ചെയ്യും സാധനങ്ങൾ, കുറേ സാധനങ്ങൾ എടുക്കുമ്പോൾ തിരിച്ചടവ് കറക്റ്റ് ഉള്ള ആൾക്ക് ഒരു വിഷയവും ഉണ്ടാവില്ല, എല്ലാം ഓക്കെയാണ്. എനിക്ക് ക്രെഡിറ്റ് കാർഡ്, ഞാൻ ക്രെഡിറ്റ് കാർഡ് ചെയ്തു വെച്ചൊരു ഐഡിയ ഉണ്ട്. ഓട്ടോ പേയ്മെന്റ് സിസ്റ്റമാണ് ക്രെഡിറ്റ് കാർഡ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോ പേയ്മെന്റാണ്. എന്തുകൊണ്ടാണെന്നറിയോ? എനിക്കതിൽ തോന്നരുത്, അയ്യോ ഇത്രയും അടക്കണമല്ലോ എന്ന് തോന്നലുണ്ടാതിരിക്കാനാണ്. അത് പോയി കഴിഞ്ഞിട്ടാകുമ്പോഴേ എനിക്ക് മെസ്സേജ് വരുള്ളൂ. പേയ്മെന്റ് പോയി കഴിയുമ്പോഴാണ് ബാങ്കിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരുന്നത്, നിങ്ങളുടെ ഇത്ര പേയ്മെന്റ് ക്രെഡിറ്റ് കാർഡിലേക്ക് പോയിരുന്നു. അപ്പോൾ പിന്നെ ഒന്നുമില്ല, പോയല്ലോ, സന്തോഷം. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, നമ്മൾ മനുഷ്യനാണ്, നമ്മൾ ഇത് അടക്കണമല്ലോ എന്ന് വിചാരിക്കും. വാങ്ങിക്കുമ്പോൾ സുഖമായിട്ട് പോയി സ്വാപ്പ് ചെയ്ത് വരും. മാറണം. എനർജി നമ്മുടെ എനർജിയുമായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കും. ഒരു പോയിന്റും കൂടി പറഞ്ഞു പോകാം, വളരെ കൃത്യമായി ക്ലാസ് തീർക്കാം. ഇത് നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇത് യാഥാർത്ഥ്യമാണ്. ഇത് എത്ര പേര് അംഗീകരിക്കുന്നു ലാസ്റ്റ് നിങ്ങൾക്ക് പറയാം. എന്തെങ്കിലും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇന്ന് വരുന്നു. ഈ കാര്യങ്ങൾ മാറ്റാം. 5ാമത്തെ കാര്യം, ലിമിറ്റഡ് ബിലീഫ് സിസ്റ്റം. എന്താണ്? പരിമിതമായ വിശ്വാസ വ്യവസ്ഥകൾ നമുക്കുണ്ട്. കടങ്ങൾ ഒരിക്കലും തീരില്ല, ഞാൻ ഇന്നും ഇങ്ങനെയാണ്, ഒരു സ്ഥലത്ത് വാങ്ങിച്ച് മറ്റേ സ്ഥലത്ത് കൊടുക്കുകയാണ്, എനിക്ക് സമ്പാദിക്കാൻ അറിയില്ല, ഞാൻ പോയ സ്ഥലമെല്ലാം കുഴി വീഴും, ഈ സമ്പാദിക്കൽ എന്ന് പറഞ്ഞ എളുപ്പമുള്ള പരിപാടിയല്ല. ഇങ്ങനെയുള്ള കുറേ വിശ്വാസങ്ങൾ കയറ്റി വെച്ചിട്ടുണ്ട് അല്ലേ? എൻ്റെ കുടുംബം മുഴുവൻ ഇങ്ങനെയാണ്, പണ്ടേ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ജനിച്ചെന്ന് മുതലേ കടത്തിലാണ്, തിരിച്ചു കൊടുക്കണം. ഇങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും അതിനകത്ത് പുറത്തു കടക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇത്തരം ചിന്തകളെ, 5 കാര്യങ്ങളെ മാറ്റാത്തിടത്തോളം കാലം നമുക്കിതിൽ നിന്നും മുക്തി നേടാൻ സാധ്യമല്ല. മുക്തി നേടണമെങ്കിൽ 5 കാര്യങ്ങളുടെ മൈൻഡ് സെറ്റ് മാറണം. ഇതിന് ഏകമായ പോംവഴി എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് സെറ്റിനെ മാറ്റുക മാത്രമാണ്. മൈൻഡ് സെറ്റ് മാറ്റുന്നതിലൂടെ നമ്മുടെ ഊർജ തലങ്ങളെ കൂട്ടുക. മൈൻഡ് സെറ്റ് മാത്രമല്ല, ആരോഗ്യം കൂടി നന്നാക്കണം. ഒരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. തിരിച്ചടവ് അല്ലെങ്കിൽ കടത്തിന്റെ പേരിൽ ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവരെയും എടുത്തു നോക്കിയാലും അവർക്ക് ആരോഗ്യത്തിൽ പ്രധാനമായ വിഷയങ്ങൾ ഉണ്ടായിരിക്കും. പൂർണ്ണമായി ഹെൽത്തി ആയിരിക്കില്ല, അവർക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാവും. എന്തെങ്കിലും നല്ല ഒരുപാട് ആരോഗ്യ വിഷയങ്ങൾ അവർക്ക്. എന്തുകൊണ്ടാണെന്നറിയോ? എനർജി ഇല്ലാതിരുന്നാൽ ആരോഗ്യമില്ലല്ലോ. ഇതെല്ലാം ലോ എനർജിയുടെ കാര്യങ്ങളല്ലേ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ 5 കാര്യങ്ങളും ഞാൻ പറഞ്ഞത് ലോ എനർജിയാണ്. ഇനിയും കൂടുതലുണ്ട് കേട്ടോ, ഞാൻ 5 ലിമിറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ലോ എനർജിയാണ്. അപ്പോൾ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? ലോ തന്നെ ആയിരിക്കും. ലോ എനർജി ആകുമ്പോൾ ശരീരത്തിൽ സുഖം ഉണ്ടാവുമോ? ഒരിക്കലും സുഖം ഉണ്ടാവില്ല. തിരിച്ച് മറ്റൊരു രീതിയിൽ പറയാം, നിങ്ങളുടെ സമ്പത്തിന്റെ വിഷയങ്ങൾക്ക് പ്രധാന വെല്ലുവിളി നിങ്ങളുടെ ആരോഗ്യം തന്നെയാണ്. അങ്ങനെയും പറയാം അല്ലേ? രണ്ടും ഒരേപോലെയാണ്. നിങ്ങൾക്ക് പണം തിരിച്ചു നൽകാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് എനർജി ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ആരോഗ്യത്തിൽ നിങ്ങൾക്ക് തീരെ എനർജി ഇല്ല എന്നാണ്. അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് തിരിച്ചു നൽകാൻ സാധിക്കില്ല. പണം തിരിച്ചു നൽകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതിന്റെ അൾട്ടിമേറ്റ് അവസ്ഥ എന്താണെന്നറിയോ? പണം ഉണ്ടാക്കാൻ പറ്റുന്നില്ലെന്നല്ലേ? പണം ഉണ്ടാക്കി എല്ലാവരും തിരിച്ചു കൊടുക്കുമല്ലോ. ഉണ്ടാക്കാൻ പറ്റാത്തതാണ് വിഷയം. പണം ഉണ്ടാക്കാൻ പറ്റാത്തത് എനർജി ഇല്ലായ്മയാണ്. എനർജി ഇല്ലാതിരിക്കാനുള്ള കാരണം ലോ മൈൻഡ് സെറ്റാണ്, സ്കേർസിറ്റി മൈൻഡ് സെറ്റാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് മൈൻഡ് സെറ്റാണ്. നെഗറ്റീവ് മൈൻഡ് സെറ്റ് അങ്ങനെ ചിലപ്പോൾ ആവാനുള്ള കാരണങ്ങൾ നമ്മൾ ആരോഗ്യ വിഷയമാവാം,
സാഹചര്യ വിഷയങ്ങളാവാം, നമ്മുടെ തന്നെ തോട്ടാവാം, ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഇത് മാറ്റാൻ ഏകമായ വഴി എന്ന് പറയുന്നത് മനസ്സിനെ മനസ്സിലാക്കുക, മനസ്സിനെ പാകപ്പെടുത്തുക എന്നത് മാത്രമേ പോകാൻ വഴിയുള്ളൂ. മറ്റൊരു മരുന്നും ഇന്ന് ഇവർ കണ്ടുപിടിച്ചിട്ടില്ല. പ്രോഗ്രാം യുവർ മൈൻഡ് സെറ്റ്. ഇതിൻ്റെ കുറച്ച് ടിപ്പുകൾ, ഡയറക്റ്റ് കുറച്ച് സിസ്റ്റംസ് ഞാൻ കാലിക്കറ്റ് പ്രോഗ്രാമിൽ കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ മനസ്സിന് പ്രോഗ്രാം ചെയ്യുക എന്ന് പറഞ്ഞാൽ ദ ലോങ് വേ പ്രോസസ്സാണ്. നാളെ ഒരു സുപ്രഭാതത്തിൽ മാജിക് പോലെ പിടിച്ചിട്ട് ഈ മൈൻഡ് ഇങ്ങോട്ട് പിടിച്ച് ഇങ്ങോട്ട് തിരിച്ചു കളയാന്ന് പറഞ്ഞാൽ ഒരു സ്ക്രൂ ഡ്രൈവറിനിട്ടും വോൾട്ടും ഇട്ട് ടൈറ്റ് ചെയ്തിരിക്കുന്ന സാധനം അല്ലത്. അങ്ങനെ ആരും വിശ്വസിക്കേണ്ട. അത്ഭുതങ്ങൾ സംഭവിക്കണമെങ്കിൽ പ്രോസസ്സിലൂടെ കടന്നു പോവുക തന്നെ വേണം. പ്രോഗ്രാം യുവർ മൈൻഡ് എന്നത് വളരെ ശ്രദ്ധിക്കണം. അതിനാണ് നമ്മൾ സ്ഥിരമായിട്ടും മണി, അത് നമ്മുടെ ഉപയോഗിക്കുന്ന കാര്യമാണ്. സിമ്പിളായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ജേണി ടു ഹാപ്പിനെസ്. പക്ഷെ എനിക്ക് ഇപ്പോൾ ചിലപ്പോൾ ഞാൻ തോന്നുന്നു ആ കോഴ്സ് കുറച്ചും കൂടി വലുതായതുകൊണ്ട് എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ഒരു 7 days ചെയ്ത പോലെ അതിനെ മുറിച്ച് നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ഭാഗം മാത്രം രൂപീകരിച്ചുകൊണ്ട് ഒരു 7 days ക്ലാസ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. കാരണം ഇതിനൊക്കെ എമൗണ്ടും കൂടുതലാവണ്ട എന്ന് കരുതിയിട്ടാണ് ചെറുതായിട്ട് നമുക്ക് അടുത്ത് തന്നെ തുടങ്ങാം. നിങ്ങൾക്ക് ഡിമാൻഡ് ഉണ്ട് എങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. കാരണം ഒരു കോഴ്സ് പുതിയത് ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് വർക്ക് അതിൻ്റെ പിറകിലുണ്ട്. അപ്പോൾ ഇത്രയും ആൾക്കാരൊക്കെ സാർ നിങ്ങൾക്ക് ഇങ്ങനെ കോഴ്സ് വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരു 7 days എങ്ങനെ മൈൻഡ് സെറ്റ് മാറ്റാം, മൈൻഡ് സെറ്റിനെ അബൻഡൻസ് ആക്കി മാറ്റാം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറയുക, ഗ്രൂപ്പിൽ കയറി പറഞ്ഞാൽ മതി. സാറേ ഞങ്ങൾക്ക് അതിനോട് താല്പര്യമുണ്ട്. ഒരു 10-200 പേരുണ്ടെങ്കിൽ ഞാൻ ആ കോഴ്സിന് വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പുതിയത് പ്ലാൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ഉള്ളത് നമുക്ക് 21 days വലിയ കോഴ്സാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും പറഞ്ഞാൽ മതി. നമുക്ക് അടുത്ത് ഇത് കഴിഞ്ഞിട്ട് ഈ ലോ ഓഫ് അട്രാക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. എല്ലാം കൂടി ഒന്നിച്ച് വേണ്ട, എല്ലാം കൂടി ഒന്നിച്ച് ഒന്നും നടക്കില്ല. അതിന് ലോ ഓഫ് അട്രാക്ഷനിലെ ക്ലാസ്സിൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ മാത്രമാണ് പഠിപ്പിക്കാൻ പോകുന്നത്. കൂടുതലായിട്ട് റിലേഷൻഷിപ്പ് വേണ്ടവർക്ക് അത് 2 ദിവസം അതുണ്ടാവും. ബാക്കിയെല്ലാം മണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടെക്നിക്കലാണ് പഠിപ്പിക്കുന്നത്, മൈൻഡ് സെറ്റ് അല്ല. ആരും അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. ലോ ഓഫ് അട്രാക്ഷനിൽ മൈൻഡ് സെറ്റ് പഠിപ്പിക്കാൻ പറ്റില്ല, ടെക്നിക്ക് മാത്രമേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. മൈൻഡ് സെറ്റുകൾ പഠിപ്പിക്കുന്നത് ജേണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന കോഴ്സിലാണ്. അതിൻ്റെ വേറെ കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമുണ്ട് ചെയ്യാം. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്, നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് കാര്യം പറഞ്ഞത്. ഇതിന് മുക്തമാക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതുകൊണ്ട് എല്ലാവരോടും ഒരു റിക്വസ്റ്റും കൂടി നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ശാരീരിക ഊർജം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ദിവസത്തിലല്ലെങ്കിലും ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും എക്സസൈസ് ചെയ്യാൻ മറക്കാതിരിക്കണം. നല്ല ഭക്ഷണം കഴിക്കാൻ മറക്കാതിരിക്കണം. ഇത് വളരെ പ്രധാനമാണ്. ആരും തയ്യാറല്ലാത്തൊരു കാര്യമാണ്. വളരെ റെയറാണ് ആൾക്കാർ എക്സസൈസ് ചെയ്യാൻ നിൽക്കുന്നത്. എക്സസൈസ് ഇല്ലെങ്കിൽ ശരീര ഊർജ്ജം നമുക്ക് നിലനിർത്താൻ പറ്റില്ല, നല്ല കോശങ്ങൾ ഉണ്ടാവില്ല, നെഗറ്റീവ് നിറഞ്ഞിരിക്കും എന്നുള്ളതാണ്. അത് വളരെ ഇപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുന്നവർക്കൊക്കെ അതിൻ്റെ ഗുണം അറിയുന്നുണ്ട്. നമ്മുടെ രാവിലത്തെ മെഡിറ്റേഷനിലൊക്കെ വരുന്നവർക്ക് ഗുണം അറിയുന്നുണ്ട്, രാത്രിത്തെ മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് ഗുണം അറിയുന്നുണ്ട്. അപ്പം നിങ്ങളിൽ മാറ്റം ഉണ്ടാവട്ടെ. ഈ ഞാൻ പറഞ്ഞ 5 പോയിന്റുകൾ നിങ്ങൾക്ക് എത്രത്തോളം എഴുതി വെക്കുക. നാളെ യൂട്യൂബിൽ വീഡിയോ കാണുന്നവരോട് റിക്വസ്റ്റാണ്, നിങ്ങളെല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം കമൻറ്റുകൾ ഇടുക. ഞാനിപ്പോൾ പറഞ്ഞ 5 പോയിന്റുകളും നിങ്ങൾ തന്നെ ഒന്ന് എഴുതി നോക്കുക. നിങ്ങൾക്കതിപ്പോൾ കൂടുതൽ വ്യക്തമാകുന്നത് മനസ്സിലാവും. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, യൂട്യൂബ് വീഡിയോ എല്ലാവരും കാണുന്നുണ്ട്, പക്ഷെ ആരും ആ ക്ലാസ്സിൽ എന്ത് പഠിച്ചു എന്ന് എവിടെ എഴുതിയിട്ട് കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് പഠിച്ചു എന്ന് മനസ്സിലാക്കാൻ ഞാൻ ഈ ക്ലാസ് യൂട്യൂബിൽ ഇടുന്നതിൻ്റെ പ്രധാന കാരണം നിങ്ങൾ ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചത് ഒന്നും അവിടെ എഴുതുന്നില്ല, നിങ്ങളുടെ പുസ്തകത്തിലും ഇല്ല എങ്കിൽ അത് നിൽക്കില്ല. അതുകൊണ്ടൊന്ന് കമൻ്റായിട്ട് തന്നെ ഞാൻ ഇന്ന് പഠിച്ചത് ഇന്ന കാര്യങ്ങളാണ് എന്നൊന്ന് എഴുതുക. ജേണി ഹാപ്പി ടു ജേണിയോ മെഡിറ്റേഷൻ ഉണ്ടല്ലോ എല്ലാ ദിവസവും. നമുക്ക് മോർണിംഗ് മെഡിറ്റേഷൻ ഉണ്ടല്ലോ ഇവിടെ. രാവിലെ 5:30 മെഡിറ്റേഷൻ ഉണ്ട്. മെഡിറ്റേഷൻ എല്ലാ ദിവസവും രാവിലെ ഉണ്ട്. രാത്രി നമ്മളിപ്പോൾ മറ്റേ മെഡിറ്റേഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് 2020 മെഡിറ്റേഷൻ വീണ്ടും ആൾക്കാർ ചോദിക്കുന്നുണ്ട്. വീണ്ടും 2020 മെഡിറ്റേഷൻ വേണമെന്ന്. നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് 2020 മെഡിറ്റേഷൻ വേണ്ടവർക്ക് വീണ്ടും നിൽക്കാം. കുറച്ച് ദിവസം ഗ്യാപ്പ് എനിക്ക് ബ്രേക്ക് ഉണ്ടാവും. ഇനി കാലിക്കറ്റ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റൂ. കാരണം അതിനെ എനിക്ക് ഫുൾ ഡിസൈൻ ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം, സമയം അതിനും കൂടി വേണം. വാർത്ത ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത് എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ താങ്ക് യു വെരി മച്ച്.
ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാർ സംസാരിച്ചോളൂ. താങ്ക് യു സാർ. സാർ ഒരു കാര്യം ഒരു കാര്യം ചോദിച്ചോട്ടെ, പുതിയ ആളാണ്. കാലിക്കറ്റ് പ്രോഗ്രാം എന്താ മനസ്സിലായില്ല, എന്ത് പ്രോഗ്രാമാണ്, എവിടെ വെച്ചാണ്, എത്രയാ ഫീസ്, ലോ ഓഫ് അട്രാക്ഷൻ ആണോ മണിയാണോ എന്താണെന്ന് അറിയില്ല സാർ. ആൻസർ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. കാലിക്കറ്റ് നമ്മൾ ഒരു 1 ഡേ ലൈവ് പ്രോഗ്രാം ആണ്. ഡിസംബർ 8-ാം തീയതി ഞായറാഴ്ച രാവിലെ 9 മണി തൊട്ട് 5 മണി വരെയാണ് ലൈവ് പ്രോഗ്രാം. അതിൽ പഠിപ്പിക്കുന്ന വിഷയം, മെയിൻ കോൺസെപ്റ്റ് മണി മാനിഫെസ്റ്റേഷൻ ആണ്. വിത്ത് അപ്പോൾ മണി മാനിഫെസ്റ്റേഷൻ ലോ ഓഫ് അട്രാക്ഷൻ അതിൻ്റെ കൂടെ വന്നു. വിത്ത് 2020 മെഡിറ്റേഷൻ ആണ് അതിൻ്റെ കോറായിട്ടുള്ള വാല്യൂ. പക്ഷെ ഇപ്പോൾ ഇന്നലെയും ഇന്നും ഒക്കെ എടുത്ത ക്ലാസ് ഇതുമായി ബന്ധപ്പെട്ടാണ്. എങ്ങനെയാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന മാത്രമല്ല, മണിയെ കൃത്യമായി പ്ലാൻ ചെയ്ത് ഉപയോഗിക്കുന്ന മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് പൂർണ്ണമായിട്ടുള്ള കോൺസെപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ മണി മാത്രം പറയുകയല്ല ചെയ്യുന്നത്, മണി ഉണ്ടാക്കാനുള്ള മൈൻഡ് സെറ്റിനുള്ള എനർജിയാണ് അവിടെ ഉണ്ടാക്കി തരുന്നത്. ആ എനർജിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ സാർ, താങ്ക് യു സാർ. ഫീസ് എത്രയാ? കോഴ്സിന്റെ ഫീസ് 1 ഡേ 5,000 rupees ആണ്. ഹോട്ടലിന്റെ പേര് ഇപ്പോൾ കൺഫേം ആയിട്ടില്ല, കാരണം ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് ഹോട്ടൽ മാറും. ഇപ്പോൾ ഏകദേശം 150 ആൾക്കാരാണ് ഉള്ളത്. നമുക്ക് 250-ലധികം ആൾക്കാരാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ ഹോട്ടൽ മാറേണ്ടി വരും. അതുകൊണ്ട് ഹോട്ടലിന്റെ പേര് ഇന്നിപ്പോൾ കൺഫേം അല്ല, നാളെയോ മറ്റന്നേ കൺഫേം. 2020 മെഡിറ്റേഷൻ മീൻസ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു മെഡിറ്റേഷൻ കഴിഞ്ഞുകൊണ്ട് 2-3 ബാച്ചുകളായി 2020 മെഡിറ്റേഷൻ ചെയ്ത് 100% മാക്സിമം ആൾക്കാർ റിസൾട്ട് ഉണ്ടാക്കിയ ഒരു മെഡിറ്റേഷൻ മെത്തേഡാണത്. 20 മിനിറ്റ്സ് മെഡിറ്റേഷൻ ആണോ ഉദ്ദേശിക്കുന്നത്? 1 മണിക്കൂർ മെഡിറ്റേഷൻ. ഓക്കെ സാർ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. 20 മിനിറ്റ് അങ്ങനെ 3 20 മിനിറ്റുകൾ. അതൊരു പ്രോസസ്സാണ്. അങ്ങനെ 20 മിനിറ്റ് 60 മിനിറ്റ് ഉള്ള ഒരു പ്രോസസ്സാണ്. താങ്ക് യു സാർ. ഈ ഗ്രൂപ്പിൽ ഉണ്ടാവുമല്ലോ എല്ലാ ദിവസവും. താങ്ക് യു സോ മച്ച് ഫ്രം മൈ ഹാർട്ട്. സാർ ഒരു കാര്യം പറയാനുണ്ട്. സജിത്തിന്റെ പേരുള്ള പ്രോപ്പർട്ടി വന്നും പോയി നിൽക്കുന്നുണ്ട് ആൾക്കാര്. പക്ഷെ അത് കാര്യത്തിലേക്ക് അങ്ങോട്ട് അടുത്ത് ശരിക്കും അങ്ങോട്ട് സംസാരത്തിലേക്ക് വരുന്നില്ല. വന്നും പോയി നിൽക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അവിടെ വന്നു നോക്കി. അപ്പൊ അത് നല്ലൊരു ഇതിലേക്ക് വരാൻ വേണ്ടി ദിവസം എഴുതണുണ്ട് സാർ ഞാൻ ഇതിനെ പറ്റി. അത് സംഭവം വരുമല്ലോ. അത് ഒന്ന് പറഞ്ഞല്ലേ, പ്രോപ്പർട്ടി അത് വിറ്റ് പോകും പെട്ടെന്ന്. പ്രോപ്പർട്ടി വിൽക്കാൻ ഒരു സുപ്രഭാതത്തിൽ വിൽക്കാനല്ലോ. പ്രോപ്പർട്ടിക്ക് അതിൻ്റെതായ പ്രോസസ് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല നിങ്ങൾ കണ്ടീഷൻ ഇല്ലാതെ അവിടെ ഇരിക്കൂ, അത് നടക്കും. ശരി സാർ. കണ്ടീഷൻ വെക്കാതെ ഇരിക്കൂ. അതിന്റെ സമയത്ത് അതിനൊരു അർഹമായ ഒരാളും കൂടി വരണ്ടേ? അതെ അല്ലേ? കണ്ടീഷനൊന്നും വെക്കണില്ല സാർ. ഇല്ല സാർ. പക്ഷെ ഇങ്ങനെ പോസിറ്റീവായിട്ട് വരണം എന്നുള്ള ആഗ്രഹത്തിൽ ഇരിക്കുകയാണ്. ഇതിനെല്ലാം ഒരു കൃത്യമായ സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിലൂടെ പോകുമ്പോൾ അത് സംഭവിച്ചില്ല. പക്ഷെ അവിടെ എല്ലാം നമ്മൾ പോസിറ്റീവ് മൈൻഡ് സെറ്റ് വെച്ചാൽ മതി. കാലിക്കറ്റ് പ്രോഗ്രാം ഓൺലൈൻ അവൈലബിൾ ആണോ സാർ എന്ന് വെച്ചാൽ ഇല്ല. കാലിക്കറ്റ് പ്രോഗ്രാം ലൈവ് സെഷൻ അത് ഓൺലൈൻ അവൈലബിൾ അല്ല. ഓൺലൈനിൽ നമുക്ക് ഒരുപാട് കോഴ്സുകൾ ഉണ്ട് ആലീസ്. ഓൺലൈനിൽ നമ്മുടെ 10-20ഓളം ക്ലാസ്സുകൾ ഓൺലൈനാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നാളെ കണക്ട് ചെയ്ത് നോക്കുമോ. നിങ്ങളൊരു കാര്യം ചെയ്യും, ആലീസ് നമ്മുടെ അഡ്മിനെ വിളിച്ചിട്ട് ഒരു അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്തോളൂ. നെക്സ്റ്റ് നിങ്ങളുടെ അവൈലബിൾ ടൈം ഞാൻ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ അവിടുത്തെ ഇതൊക്കെ നോക്കി പറഞ്ഞു തരാം എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് കേട്ടോ. ആലീസ് ഫ്രം ശരി സാർ, താങ്ക് യു സാർ. കാലിക്കറ്റില് വരാൻ ആഗ്രഹമുണ്ട് എനിക്ക് മകൾക്കും. അതിന് എല്ലാ സാഹചര്യങ്ങളും ഒത്തു വരാൻ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, അത് സംഭവിക്കുമല്ലോ. വരാൻ ആഗ്രഹം ഉണ്ടാൽ നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു അത് സംഭവിക്കും. അതിയായ ആഗ്രഹമുണ്ട് സാർ. അപ്പൊ അത് സംഭവിക്കാനും ചെയ്യും. ഓക്കെ, ഫൈൻ. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഇന്നത്തെ ക്ലാസ്സിനെ പറ്റിയായിരുന്നു. ഒരു മിനിറ്റ് സൂസൻ, യു കണ്ടിന്യൂ. സാറിന്റെ ഇന്നത്തെ ക്ലാസ് ഞാൻ ആ പോയിന്റ്സ് ഫുൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അതിൽ നിന്ന് സാർ പറഞ്ഞ ഓരോ കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ ഞാൻ അനുഭവിച്ച് കഴിയുന്നത്, ഇപ്പോഴും അനുഭവിച്ചിരിക്കുന്നത്. അത് എനിക്കറിയില്ല ഇവിടെയിരിക്കുന്ന എല്ലാവരോടും എങ്ങനെ അവർക്കൊന്ന് മനസ്സിലാകണേന്ന് എന്റെ ആഗ്രഹം.
അതിന് എന്ന് പറഞ്ഞാൽ അതൊന്നും അവരൊന്ന് ഫോളോ ചെയ്യണം. അവർക്ക് വളരെ ഈസി ആയിട്ട്, കാരണം ഞാൻ ഇവിടെ ഇപ്പൊ എഴുതി കണ്ടു 15 ലക്ഷത്തിന്റെ പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞ ഒരാളെ കണ്ടു. അപ്പൊ സിമ്പിൾ ഈ കാര്യങ്ങൾ മാത്രം ഒന്ന് ഫോളോ ചെയ്തോളാം പറ. 15 ലക്ഷത്തിന്റെ ഒരു പ്രോബ്ലം ഒന്നും പോലും പറയില്ലെന്ന് പറ, പ്രോബ്ലം എന്ന് പറയില്ലെന്ന് പറ. അപ്പൊ ശരിക്കും ഞാൻ ഈ ഒരു കാര്യം, കാരണം ഇവിടെ എല്ലാരും ഇങ്ങനെ എഴുതി വരുന്നുണ്ട്, ഹെൽത്ത് ഇതെല്ലാം മാറി കിട്ടും ഇവർ ഇതൊന്നും ഈ ഒരു സിമ്പിൾ ഈ 5 പോയിന്റ്സ് ഒന്ന് ഫോളോ ചെയ്താണ്. കാരണം ഈ 5 പോയിന്റ്സിനത്, കാരണം സാർ ഞാൻ പറയാം, ഞാനിപ്പം ഈ 5 പോയിന്റ്സ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത കാലങ്ങളിൽ എനിക്ക് സംഭവിക്കുന്ന, നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒന്നും ഇല്ലെങ്കിൽ പോലും ഞാനിപ്പോ ഒരു സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ, പിള്ളേരുടെ സ്കൂളിൽ ചെല്ലുമ്പോൾ ഒരു സിമ്പിൾ കാര്യമാണ്, അവ എന്തൊരു റിനോവേഷൻ ഉണ്ടെങ്കിൽ എന്നോട് പറയും, നിങ്ങളോടൊക്കെ അല്ലേ ചോദിക്കാൻ പറ്റും. അതായത് എന്താ എന്റെ മുഖത്ത് നോക്കി അങ്ങനെ ചോദിക്കുന്നതിന് കാരണം നമുക്ക് ചിലപ്പോൾ അത് അവര് ചോദിക്കുന്ന എമൗണ്ട് ഒന്നും അപ്പൊ കൊടുക്കാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷെ എങ്കിൽ പോലും അത് എല്ലാ പ്രാവശ്യം കൊടുക്കാൻ പറ്റിയിരിക്കും. കാരണം നമ്മുടെ മുഖത്ത് നോക്കി അങ്ങനെ പറയാൻ പോലും പറ്റുന്ന, കാരണം നമ്മുടെ ആ മൈൻഡ് സെറ്റ് അബണ്ടൻസ്. ഇപ്പൊ എല്ലാരും അങ്ങനെ ഒന്ന് ആക്കിയാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാരും പ്രോബ്ലം എന്ന് എഴുതുന്നവരെല്ലാം ഈ ഒരൊറ്റ 5 പോയിന്റ്സ്, ഈ 5 ഇന്നത്തെ ക്ലാസ് മതി. സാറ് ഈ കടത്തെ പറ്റി ഇനി പറയുകയേ ചെയ്യില്ല. എനിക്ക് ഈ കടം സാറ് പറയുന്നത് എനിക്ക് താല്പര്യമില്ല ഇത് കേൾക്കാൻ. ഞാൻ കടം ഉപയോഗിക്കാറില്ല, സാമ്പത്തിക ഉയർത്തിട്ട് തടസ്സം അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ മാറ്റും. ഈ വേട് കടം എന്നുള്ള വേടിന് വരെ, അതായത് ഞാൻ അങ്ങനെ എപ്പോഴും സാമ്പത്തിക ഉയർച്ചയ്ക്കുള്ള ഒരു തടസ്സം, അങ്ങനെ ഞാൻ ആ ഒരു വാക്ക് എപ്പോഴും വെക്കും. സാമ്പത്തിക ഉയർച്ച അതിനകത്താക്കി, അത് വരുമ്പോ ഒരു പോസിറ്റീവ്നെസ് വരുമല്ലോ. അതെ, യഥാർത്ഥത്തിൽ ഇത് അതിന്റെ പ്രധാന കാര്യം. 2 കാര്യങ്ങൾ ചേർത്ത് പറയാം. പക്ഷേ ഇത് കൊടുത്താൽ മാത്രമേ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യൂ എന്നുള്ള കണ്ടീഷൻ വെക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, പോസ്റ്ററിന്റെ കാര്യത്തിൽ ഐ ആം വെരി മച്ച് കോൺഫിഡന്റ്. എന്താ പറയാ, ഞാൻ നിങ്ങളെ അന്ന് കണ്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര ഞാൻ ഹാപ്പിയായി. കാരണം നിങ്ങൾ ആ എനർജി, നിങ്ങളുടെ ആ മൈൻഡ് സെറ്റ് ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്. അത് എങ്ങനെയോ നിങ്ങൾക്ക് കിട്ടി. ഐ എം റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. അപ്പൊ എല്ലാവരും ഇവിടെ ഇങ്ങനെ ആരും ഇതിനകത്ത് ഇത് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുത്താൽ മാത്രം. ഇവര് പറയുന്നത് ഭയങ്കരമായിട്ട് ഭയങ്കര അടുപ്പിച്ചെന്നെങ്കിലേ ഞങ്ങൾക്ക് മാറും എന്നുള്ള ചിന്ത വേണം. സിമ്പിൾ ആയിട്ടൊന്നും മനസ്സിലെല്ലാരും ഒന്ന് ചിന്തിച്ചു ഈ 5 പോയിന്റ്സ് ഒന്ന് ഫോളോ ചെയ്താൽ കറക്റ്റ് ആയിട്ട് മാറുന്നു. അതുകൊണ്ട് എനിക്കിന്ന് വളരെ ഹാപ്പി. കാരണം ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ സാറിന് കറക്റ്റ് ഓരോരോ പോയിട്ട് പറഞ്ഞു കഴിഞ്ഞു. അത് ഇവരെല്ലാം ഒന്ന് അപ്ഡേറ്റ് അത് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം. അതുകൊണ്ട് എനിക്ക് വളരെ ഹാപ്പിയാണ്. ഒരു കാര്യം കൂടി ഓർത്ത് വെച്ച് പറഞ്ഞുകൊള്ളാം. ലോ ഓഫ് അട്രാക്ഷന്റെ 7 ദിവസത്തെ ക്ലാസ് ജോയിൻ ചെയ്യാത്തവർ ഉടനെ ജോയിൻ ചെയ്തോളുക. കാരണം നമുക്കത് അടുത്ത് എത്രയും പെട്ടെന്ന് തുടങ്ങണം. എനിക്കൊരു ഫിഗർ ഉണ്ട്, ആ ഫിഗറിൽ ആൾക്കാരായിക്കഴിഞ്ഞാൽ ഞാൻ തുടങ്ങും. അതുവരെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നങ്ങളെ. അതുകൊണ്ട് എല്ലാവരും പിന്നേക്ക് മാറ്റി വെക്കേണ്ട. ചെറിയൊരു എമൗണ്ട് മാത്രമേ ഉള്ളൂ, 550 രൂപ. ഗൂഗിൾ പേ ഒക്കെ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്നലെ ഗൂഗിൾ പേന്റെ നമ്പർ തെറ്റിപ്പോയതാണ് അടിച്ചത്. ഇന്ന് കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആർക്ക് വേണം ടെസ്റ്റ് ചെയ്യാം. ഞാൻ സ്കാൻ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഉടനെ തന്നെ ജോയിൻ ചെയ്ത് നമുക്ക് ഉടനെ തന്നെ ക്ലാസ് തുടങ്ങാം. എല്ലാവരും മറക്കാതിരിക്കുക. യൂട്യൂബ് വീഡിയോ കാണുന്നവർക്കും താഴെ ഞാൻ നമ്പർ കൊടുത്തേക്കാം. ആ നമ്പറിലേക്ക് നിങ്ങൾ 555 രൂപ അയച്ചിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്താൽ മതി. ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാമെന്നുള്ള സിമ്പിളായിട്ട്, കുറേ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. സിമ്പിളാണ് നമ്മുടെ ക്ലാസ്സുകൾ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാണ്ട് പെട്ടെന്ന് ക്വിക്കായിട്ട് പറഞ്ഞിട്ട് പോകും. എനിക്ക് ഒരു മിനിറ്റ് സാർ, ഒരു മിനിറ്റ്. ശാന്തകുമാരിയാണ്. ശാന്തകുമാരി പറഞ്ഞോ. ശാന്തകുമാരി സാറേ, എനിക്ക് ഒരുപാട് പ്രോബ്ലം ഉണ്ട്. പക്ഷെ സാറിനോട് എനിക്ക് ഒരു പരാതിയില്ല. ഞാൻ വളരെ സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതാണ് എന്റെ കാര്യം. അപ്പൊ എന്തിനാണ് പ്രോബ്ലം ഉണ്ടായത്? പ്രോബ്ലം നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പണത്തിന്റെ ആവശ്യമുണ്ട്. പക്ഷെ അത് സമയത്ത് വരുമെന്ന് സാറ് പറഞ്ഞത് കൊണ്ട് ആ വിശ്വാസത്തിൽ ഞാൻ ചെയ്യുന്നു ഓരോ കാര്യങ്ങള്. പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും വരിക? ഓക്കെ സാർ പറയും. എനിക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെ ഇതിലെല്ലാം വരുന്നത്. പിന്നെ ഇനി ഞാൻ എന്ത് ചോദിക്കാം സാർ? നിങ്ങൾ എനിക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ എന്തായിരിക്കും നമുക്ക് വരുന്നത്? അല്ല, സാറിന്റെ അടുത്ത് ഓരോരുത്തർ ചോദിക്കുന്നത് എനിക്ക് പറയാനുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ അത് ഹാപ്പിയാണ്. എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു വന്നത്രേ ഉള്ളൂ. നമ്മൾ കുറേ മൈൻഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ, അല്ലേ? അത് കൂടാതെ അറിയാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ ഈ പ്രോബ്ലം. അയ്യോ എനിക്കും ഒരു പ്രശ്നമില്ലല്ലോ എന്ന് പറയുന്നവർക്ക് ഞാൻ സുഖമാണെന്ന് പറയുന്നതിന് പകരമാണ് ഈ പറയുന്നത് എനിക്കും ഒരു പ്രശ്നമില്ലല്ലോ. മനുഷ്യന്റെ മൈൻഡ് ഇങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് മാറ്റുന്നവന് മാത്രമേ വിജയിക്കാൻ പറ്റൂ. വെരി ഗുഡ്. ഞാൻ സാറിന്റെ ക്ലാസ്സിൽ കേൾക്കുന്നതൊക്കെ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്.
വളരെ ഹാപ്പിയാണ് സാർ. തഥാസ്തു താങ്ക് യു സാർ. തഥാസ്തു തഥാസ്തു. താങ്ക് യു. ഓക്കെ, ഫൈൻ. ഇനി ആരുമില്ലല്ലോ, നമുക്ക് പിരിയാം. അപ്പോൾ മറ്റേ ക്ലാസ്സിലേക്ക് സമയമായി. എനിക്ക് നിങ്ങളെല്ലാവരും എക്സിറ്റ് ചെയ്ത് പോവുക. എനിക്ക് നമ്മുടെ രാജീവേട്ടനോട് 1 മിനിറ്റ് സംസാരിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ വാങ്ങുന്നു. നമുക്ക് മെഡിറ്റേഷൻ സെഷനിൽ കാണാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.